ആലുവ അത്താണിയിൽ 24 ഗ്രാം MDMA-യുമായി അഭിഭാഷകനടക്കം 2 പേർ പിടിയിലായിട്ടുണ്ട്. കൊച്ചി ചെല്ലാനം സ്വദേശി വിക്ടർ ജോസ്, മട്ടാഞ്ചേരി സ്വദേശി റിസ്വാൻ എന്നിവരാണ് പിടിയിലായത്. വിക്ടർ ജോസ് ഹൈക്കോടതി അഭിഭാഷകനാണ്. കൊച്ചി സിറ്റീസ് ഡാൻസ് ഓഫും എറണാകുളം റൂറൽ ഡാൻസ് ഓഫും നടത്തിയ പരിശോധനയിലാണ് ലഹരിമരുന്ന് പിടികൂടിയിട്ടുള്ളത്. റാംഷാ CP വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. റാംഷാ, ഹൈക്കോടതി അഭിഭാഷകൻ, അതും ഈ ഓപ്പറേഷൻ തൂഫാൻ ആഞ്ഞടിക്കുന്ന ഈ ഒരു സമയത്താണ്, ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അയാൾ ലഹരിമരുന്നുമായി പിടിയിലാവുകയാണ്. എങ്ങനെയാണ് ഈ ഒരു വിവരം ഈ ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിച്ചത്? എന്തൊക്കെ കാര്യങ്ങൾ ഇയാളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് റാംഷാ? 24 ഗ്രാം MDMA ആണ് ഇവരുടെ കയ്യിൽ നിന്നും ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. കൊച്ചി ചെല്ലാനം സ്വദേശി വിക്ടർ ജോസ്, മട്ടാഞ്ചേരി സ്വദേശി റിസ്വാൻ എന്നിവരെയാണ് ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. എറണാകുളം സിറ്റി ഡാൻസ് ഓഫ് സംഘവും അതോടൊപ്പം തന്നെ റൂറൽ ഡാൻസ് ഓഫ് സംഘവും സംയുക്തമായി നടത്തിയ ഒരു പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. ഡാൻസ് ഓഫ് സംഘം പറയുന്നത് നേരത്തെ തന്നെ ഈ 2 പേരും ഡാൻസ് ഓഫ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇവർ ഇത്തരത്തിൽ ലഹരി ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിലേക്ക് കടത്തുന്ന ആളുകളാണ് എന്നത് നേരത്തെ തന്നെ ഡാൻസ് ഓഫ് സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു. ഇവർക്കായി പലതവണ വല വിരിച്ചതുമാണ്. പക്ഷേ അന്നൊന്നും ഇവരെ കുടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ ഡാൻസ് ഓഫ് സംഘം പരിശോധിച്ചത്. ഇവർ ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക്, കൊച്ചിയിലേക്ക് വരികയായിരുന്നു. ആ സമയത്താണ് ഡാൻസ് ഓഫ് സംഘം അത്താണിയിൽ വെച്ച് ഇവരുടെ വാഹനം തടഞ്ഞു നിർത്തി പരിശോധന നടത്തുന്നത്. അങ്ങനെയാണ് ഇവരുടെ വാഹനത്തിന്റെ, കാറിന്റെ ഡാഷ്ബോർഡിനടിയിൽ പ്രത്യേകം തയ്യാറാക്കിയ ഒരു അറയിൽ ഒളിപ്പിച്ച നിലയിൽ ഈ 24 ഗ്രാം MDMA പിടികൂടുന്ന സാഹചര്യമുണ്ടായത്. ഡാൻസ് ഓഫ് സംഘം പറയുന്നത് ഇവർ കൊച്ചിയിലെ ടെക്കുകൾക്കിടയിൽ വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയാണ് ഈ ലഹരി കൊണ്ടുവരുന്നത് എന്നതാണ്. ഇത്തരത്തിൽ മുമ്പും ഇവർ കേരളത്തിലേക്ക് ബംഗളൂരുവിൽ നിന്നും ലഹരി മരുന്നുകൾ കടത്തിയിട്ടുണ്ട്. ആ വിവരം ഡാൻസ് ഓഫിന് ലഭിക്കുകയും ചെയ്തതാണ്. പക്ഷേ അന്നൊന്നും പരിശോധനയിൽ ഇവരുടെ കയ്യിൽ നിന്നും ഇത് പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇതിൽ ഒരാൾ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലാണ് എന്നതാണ് ഇപ്പോൾ ഡാൻസ് ഓഫ് സംഘത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ സമൂഹത്തിൽ സമൂഹത്തോട് ഉത്തരവാദിത്തമുള്ള ഒരാൾ തന്നെ ഇത്തരത്തിൽ ലഹരിയുമായി കേരളത്തിലേക്ക് കടത്തുന്ന സംഘത്തിന്റെ ഭാഗമാകുന്നു എന്നത് ഏറെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഡാൻസ് ഓഫ് സംഘം വിപുലമായ പരിശോധനകളാണ് കഴിഞ്ഞ കുറെ നാളുകളായി കൊച്ചിയിലും പരിസര പ്രദേശങ്ങളിലും നടത്തുന്നത്. അതിൽ ടെക്കികൾ ഉൾപ്പെടെയുള്ള പിടിയിൽ എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ ഇവർക്ക് പിടി വീണിരിക്കുന്നത്. ദൃശ്യങ്ങൾ പ്രേക്ഷകർ കൃത്യമായി തന്നെ കണ്ടിട്ടുണ്ടാവും. വിക്ടർ ജോസ്, ആ മഞ്ഞ ഷർട്ടുകാരൻ, ഹൈക്കോടതിയിലെ അഭിഭാഷകൻ, അതോടൊപ്പം കൊച്ചി സ്വദേശിയായിട്ടുള്ള റിസ്വാൻ, ഇവരിൽ 24 ഗ്രാം MDMA പിടിച്ചെടുത്തു. പോലീസ് മനസ്സിലാക്കുന്ന കാര്യം ഇവർ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഈ ലഹരി കച്ചവടവും ലഹരി ഉപയോഗവും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ലഹരി കടത്തിക്കൊണ്ടുവന്ന് വലിയ ലാഭത്തിന് കേരളത്തിലെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് പറഞ്ഞാൽ കൊച്ചിയിലെ ടെക്കുകൾക്കിടയിൽ വിൽപ്പന നടത്തുന്ന ലഹരിയുടെ പ്രധാനപ്പെട്ട ഇടപാടുകാരാണ് പിടിയിലായിട്ടുള്ളത്. ഹൈക്കോടതി അഭിഭാഷകനാണ്. ഇനി ഒരു നിമിഷം പോലും ഇത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് അയാൾ തുടരാതിരിക്കട്ടെ, അതിനുള്ള കൃത്യമായ നടപടികൾ ഉണ്ടാവട്ടെ.